ധ്യാൻ ചേട്ടാ എന്തായിരുന്നു ആ വാക്ക്? ദ്രുണ്യം. ദ്രുണ്യം ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ദ്രുണ്യം എന്നുള്ള വാക്ക്. എന്താ ധ്യാൻ ചേട്ടാ ദ്രുണ്യം? എഴുതിയ ആളിതായിരിക്കണം ദ്രുണ്യത്തിന്റെ. ഞാൻ ധ്യാൻ ചേട്ടനോടല്ലോ ചോദിച്ചേ. ആ ദ്രുണ്യത്തോ നിൻ മാറത്തോ എന്നാണ്. അപ്പൊ മാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ദ്രുണ്യം. അപ്പൊ എന്തോ പ്രശ്നം. പിന്നെന്താ വേടൻ തേടിയ മലനിരയോ? വേടന്മാരൊക്കെ മലകളിലാണ്, അതുകൊണ്ടാണ് മലനിരയോ എന്ന് വെച്ചത്. തുപ്ലോദയം ആ വരി എന്തായിരുന്നു? തുപ്ലോദയം നീ അറിഞ്ഞു പെണ്ണെ പാരിക്ഷോപ്തി. പാരിക്ഷോപ്തി എന്നുള്ള വാക്കുണ്ട്. ഓ എന്താ ശരത് സാർ? അല്ല, തുപ്ലോദയം ചിലപ്പോ രാവിലെ തുപ്പുന്നുണ്ട്, ഉദയവും തുപ്പലും. നമ്മൾ വൈകിട്ടാണ് വൈകുന്നേരമായിരുന്നു. എന്നാലും എന്റെ ജിസ്സേ ഭീകരം കേട്ടോ. ഓ, എഴുതി വല്ലാത്തൊരു അവസ്ഥയിലാക്കി കളഞ്ഞു. മനോഹരമായ വരികൾ. അതെ, പാടാൻ പറ്റി, വലിയ സന്തോഷം. ഇത് ഇത് ജിസേ നമ്മുടെ ഈ പാട്ട് കേൾക്കുമ്പോൾ വിചാരിച്ച് ഇങ്ങനെയൊക്കെ മലയാള വാക്കുകൾ കാണുമെന്ന്. നമുക്ക് കാര്യം എൻ്റെ അമ്മ മലയാളം BA ആണ്, അമ്മയുടെ മലയാളം എനിക്കുള്ളത്. അപ്പം ഞാൻ ഇതുവരെ ഇങ്ങനെ തുപ്ലോദയമൊന്നും കേട്ടിട്ടില്ല, തുപ്പലെന്നൊക്കെ കേട്ടിട്ടുള്ളൂ. അപ്പം എന്ത് ചിലപ്പോൾ കാണുമായിരിക്കും എന്ന് പറഞ്ഞ് വിട്ടു. അത് എന്തൊക്കെയായാലും അതിമനോഹരം, ഗംഭീരം. എനിക്ക് ആ റിപ്പബ്ലിക് ഡേയോ നീയോ അതില്ലേ, ഹാപ്പി ന്യൂ ഇയർ നീയും റിപ്പബ്ലിക് ഡേയോ, ഒരു ഹോളിഡേ ഇൻ അർമാദമോ. ഒരു ഹോളിഡേ ഇൻ അർമാദമോ 100 കിൻഡൽ പൊന്നെ നിൻ തുത്തളാങ്കം കണ്ടേ. അതെന്താണ് തുത്തളാങ്കം? അല്ല, തുത്തളാങ്കം എന്ന് പറയണോ? ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അത് വെളിയിൽ പറയാൻ കൊള്ളത്തില്ല. രജീഷ അതിന്റെ അർത്ഥങ്ങളിലേക്കൊക്കെ പോയി. അതിന്റെ മീനിങ് എന്തെങ്കിലും കിട്ടിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒട്ടിച്ചേർന്ന നെയ്ച്ചോറില്ലേ? ഒട്ടിച്ചേർന്ന നെയ്ച്ചോറ്. നമ്മൾ ഡിസ്കോ ഡിസ്കോ ഡിസ്കോ. ഓക്കെ അപ്പൊ താങ്ക് യു അൻവറിക്ക, താങ്ക് യു സോ മച്ച്. ഓക്കെ.